മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അത് തോന്നുമ്പോൾ കടന്നു വരും. ചില തയ്യാറെടുപ്പുകൾ എടുക്കും മുമ്പേ. ഇന്നലെയായിരുന്നു അവസാനമായി ഈ മണ്ണിൽ അവർ ജീവിച്ചിരുന്നത്. സതീശനും ഭാര്യയായ ബിന്ദു. ഇന്ന് നേരം പുലരുമ്പോൾ ബന്ധുക്കളും പരിസരവാസികളും സതീശനെയും ബിന്ദുവിനെയും തിരക്കുമ്പോൾ പുലർച്ചെ അവർ എണീറ്റ് എന്നത്തേം പോലെ പുറത്തേക്ക് വന്നില്ല. പാലിനും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാറുള്ള വേസ്റ്റുകളും വയ്ക്കാൻ. പിന്നെ എന്താണ് സതീശനും ബിന്ദുവിനും പറ്റിയത്? ഈ നാട്ടുകാരെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ആ വാർത്ത പുറത്തു വന്നു. സതീശൻ കിടന്നുറങ്ങിയ ബെഡിൽ തന്നെ കഴുത്ത് അറ്റ നിലയിൽ, കൈകൾ കൂട്ടി കെട്ടിയിരിക്കുന്ന നിലയിൽ. ഭാര്യ ബിന്ദു തൊട്ടടുത്ത ബെഡ്റൂമിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടാണ് മിഥുനം 1 പിറന്നത്. ഇന്ന് 1-ാം തീയതിയായിരുന്നു. സതീശൻ്റെയും ബിന്ദുവിൻ്റെയും 26 വയസ്സുള്ള മകൻ ഇപ്പോൾ സൗദിയിലാണ്. അത് കിട്ടി വാങ്ങിച്ച അടിയൊക്കെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഒരു ഞാൻ പൊമ്പറന്നവരെ വിളിച്ചു. എടി എത്ര ഉറക്കമായിരുന്നാലും എൻ്റെ വിളിയുടെ സൗണ്ട് കേട്ടാൽ നീ ചെന്ന് വിളിച്ചു. ഇവള് വന്ന് 5-6 ഇടിയൊക്കെ കട്ടിലൊക്കെ ഇട്ട് ഇടിച്ചിട്ട് അല്ല കതുവിലൊക്കെ ഇട്ട് ഇടിച്ചിട്ട് വിളിച്ചിട്ടില്ല. പിന്നെ ഈ സൈഡിൽ ജനലിൽ ഒരു പാളി കുത്തിയിട്ടില്ല. അപ്പോൾ ഇവള് വിരലിട്ട് നോക്കിയപ്പോൾ പാളി ജാഴിയോ അത് നോക്കണം. ഉടനെ ഇവള് നെഞ്ചിലെടുത്തിട്ട് എൻ്റെ പുറത്തൊരു അനിയതാ മരിച്ചു കിടക്കണം. പിന്നെ ബാക്കിൽ നിന്ന് ഞാനും ബെഡ്റൂമിൽ കൂടെ പോയി ബാക്കിലൊക്കെ ചവിട്ടി പൊട്ടിച്ചു. അങ്ങനെയാണ് കാര്യം. അവളെ ബെഡ്റൂമിൽ ചെന്ന് നോക്കിയത് കട്ടിലില്ല, അവളില്ല. അപ്പം ഇവള് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറയണം അവൾക്ക് എന്തു തന്നെ കട്ടിലില്ല. ഞാൻ പിന്നെ സൈഡിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ 2 കാല് തൂങ്ങി. പിന്നെ സതീശനും ബിന്ദുവും ഇനിയില്ല എന്നുള്ള തിരിച്ചറിവിൽ ആണ് സഹോദരങ്ങളൊക്കെ ദീനമായി വിലപിക്കുന്നത്. അവരുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ വയ്യാത്തതായിരുന്നു. അടച്ച പൈസ മൊത്തം ഇവൻ്റെ അങ്ങോട്ട് ബാങ്ക് എടുത്തിട്ടുള്ള പൈസ 60 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുള്ളത്. പരിപാടി 53 ലക്ഷം അങ്ങോട്ട് അടച്ചിട്ടുണ്ട്. വീണ്ടും അടയ്ക്കേണ്ടി വന്നു പറഞ്ഞു. 2.5 കോടി അടയ്ക്കണം. ഇപ്പം 2 കോടി 30 ലക്ഷം രൂപ ഇപ്പം 2.5 കോടിയായി. ഇപ്പം നാളെ അവിടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഒത്തിരി ടെൻഷനായി.
പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വന്നിരുന്നു. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, RDO വന്നല്ലാതെ ഈ ഡെഡ് ബോഡീസ് ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാരുടെ ആരോപണം ഇതാണ്: ഈ കുടുംബത്തെ ഈ ദുരന്തത്തിലേക്ക്, മരണത്തിലേക്ക് തള്ളിവിട്ടത് ഒരു ബാങ്കാണ് എന്ന്. ആ ബാങ്കിനെതിരെ നടപടി വേണം എന്നവർ ആവശ്യപ്പെടുന്നു. റീജിയണൽ മാനേജർക്കും എതിരെ നടപടിയെടുക്കൂ. അധികാരികളെ RDOയെ കാണാനില്ല. എവിടെ പോയി ജില്ലാ കളക്ടർ? തലസ്ഥാന നഗരിയെ നടുക്കിയ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള SBI മാനേജരും SMB റീജിയണൽ മാനേജരും ഒന്നിച്ചൊന്നായി പ്രതിഷേധം. നീതിക്കായി പ്രതിഷേധം. സതീശന്റെയും ബിന്ദുവിന്റെയും മരണത്തിന് ഇടയാക്കിയ SBI അധികാരികളെ അറസ്റ്റ് ചെയ്യൂ. പോലീസേ. എവിടെ പോയി SBI ബാങ്ക് അധികാരികൾ. എവിടെ പോയി SBI മാനേജരും SBI റീജിയണൽ മാനേജരും പാവപ്പെട്ട ബിന്ദുവിനെയും ഇനിയും അടയ്ക്കാനുള്ളത് 2.5 കോടി. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? പാവപ്പെട്ട സതീശനെയും നിരപരാധിയായ ബിന്ദുവിനെയും കൊലയ്ക്ക് ഉത്തരവാദികളായ SBI മാനേജരും SBI റീജിയണൽ മാനേജരും എവിടെ പോയി? അറസ്റ്റ് ചെയ്യൂ. കൊലപാതകത്തിൽ തലസ്ഥാന നഗരിയെ നടുക്കിയ സതീശന്റെയും ബിന്ദുവിന്റെയും കൊലപാതകത്തിൽ പ്രതികളായ റോക്ക് വന്ന് ആശുപത്രിയിലായപ്പോൾ സതീശന്റെ വിരലടയാളം എടുത്തുകൊണ്ട് 50 ലക്ഷം ബാങ്ക് മാനേജർ വീണ്ടും ലോൺ പാസാക്കി. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി? 85 ലക്ഷം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടോ പ്രതിഷേധം. ഒറ്റക്കെട്ടായി പ്രതിഷേധം. പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങളിലൂടെ പറയുന്ന കാര്യം ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങളാണ്. അത് ആദ്യം 65 ലക്ഷം രൂപ ലോണെടുത്ത സതീശൻ സ്ട്രോക്ക് വരുന്നതുവരെ വളരെ കൃത്യമായി ബാങ്കിലേക്ക് പൈസ തിരിച്ചടച്ചു, ലോൺ അടച്ചു. പക്ഷേ പലിശ മാത്രമേ അടഞ്ഞിരുന്നുള്ളൂ എന്ന് ആണ് ബാങ്ക് അധികാരികൾ പിന്നീട് പറഞ്ഞത്. ആ അവസരത്തിലാണ് സതീശന് ഒരസുഖം വരുന്നത്. സ്ട്രോക്ക് അടിച്ച് കിടപ്പിലായ സതീശൻ പിന്നെ അങ്ങോട്ട് കഷ്ടകാലം തുടങ്ങി. ഹോസ്പിറ്റലിൽ വന്ന ബാങ്കുകാർ സതീശന് പിന്നെയും ഒരു 50 ലക്ഷം രൂപ ലോൺ സാങ്ഷനാക്കി എന്നാണ് പറയുന്നത്. അത് ആദ്യത്തെ തുക അടയ്ക്കുന്നതിന് കോമ്പൻസേഷനായിട്ട് കൊടുത്തതാണ്, കൊടുത്തില്ല, കയ്യിൽ സാങ്ഷനാക്കി. പക്ഷേ ഒരു വ്യക്തിക്ക് ആദ്യത്തെ 65ഉം രണ്ടാമത് 50ഉമായ വലിയൊരു ബർഡൻ ആ ബാങ്കിലേക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന പ്രതിഷേധക്കാർ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. അതായത് മനഃപൂർവ്വം ബാങ്ക് രണ്ടാമത്
ഒരു 50 ലക്ഷം കൂടി സതീശൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചത്, വിരൽ പിടിച്ച് സൈൻ ചെയ്ത് ഡോക്യുമെൻറ്റേഷൻ ചെയ്തത് അതൊക്കെ ചതിയായിരുന്നു എന്ന് ഈ പ്രതിഷേധക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ RDO പോലെ കളക്ടറെ പോലെ ആരെങ്കിലും വന്ന് ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഈ രൂപത്തിൽ അവർ കണ്ടതിന് ശേഷം മാത്രമേ ഡെഡ് ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ധാരാളം പോലീസുകാർ ഇവിടെയുണ്ട്. പല പല സ്റ്റേഷനിലെ ജീപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്. കരമന, അതേപോലെ തിരുവനന്തപുരം, തമ്പാനൂർ ഒക്കെയുള്ള പോലീസ് സ്റ്റേഷനിലെ ജീപ്പുകൾ. ധാരാളം ആൾക്കാരും ഇവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഇവിടുത്തുകാർക്ക് സതീശനെ നന്നായിട്ട് അറിയാവുന്നതാണ്. രണ്ടാമത്തെ വീട് മുടവൻമുകൾ. അതിപ്പോൾ ഒറ്റയ്ക്ക് കൊടുത്തിരിക്കുക. ആദ്യം എടുത്തത് 60 ലക്ഷം രൂപ. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതായപ്പോഴും പെൻഡിങ് വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് അവർ രണ്ടാമത് ഇയാളെ കൊണ്ട് 50 ലക്ഷം രൂപ ലോൺ എടുപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഇയാൾക്ക് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അതും അവർ തന്നെ ഈടാക്കിയെടുത്തു. എന്നിട്ട് ഇയാൾ 1,53,435,000 രൂപ അടച്ചു. കറക്റ്റ് അയാൾ രണ്ടാമത് അവരെടുപ്പിച്ചതും കൂട്ടിയായാലും 1,10 ആണോ. ചീറ്റിംഗ് കേസ് കൊടുത്തിട്ടുണ്ട് ബാങ്കിനെതിരെ. നമ്മളാണ് ഫസ്റ്റ് കേസ് കൊടുത്തത്. സാധാരണ ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ മുടങ്ങി കിട്ടി കഴിഞ്ഞാൽ ബാങ്കാണ് സാധാരണ കേസ് കൊടുക്കുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ 1,53,00,000 രൂപ അങ്ങോട്ട് വാങ്ങിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ബാങ്കിനെതിരെ എറണാകുളം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. 12/08/2023. ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നത് ഇന്ന് ഡെപ്റ്റി ഓർഡറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചിട്ട് നാളെ അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രാത്രി ഭീഷണി ഇതാണ്, അത് അറിയിക്കണം. ഈ സമയം എല്ലാ പാർട്ടിക്കാരും എല്ലാം ഇടപെട്ട് സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇതിനെ ബാങ്കുകാർ വിളിച്ചിട്ട് ഇവരെയൊക്കെ വിളിച്ചിട്ട് നാളെ ഡെപ്റ്റിയാണെന്ന് പറയേണ്ട കാരണം നമ്മുടെ 2-3 ഘട്ടം പോയതാണ്. സമരവും നടന്നു അവിടെ ബാങ്കിൽ. ഞങ്ങൾ നടത്തിയിരുന്നു. SBI SMD ബ്രാഞ്ച് ജനറൽ ഹോസ്പിറ്റൽ 25,708 ഹൈക്കോടതി 2023 ഫസ്റ്റിൽ അങ്ങോട്ടിട്ട കേസാണ്. എറണാകുളം ഹൈക്കോർട്ട് മറ്റേ ട്രിബ്യൂണലാണ്. ബാങ്കിന് ചീറ്റിംഗ് കേസ് ഫസ്റ്റ് ഇട്ടതാണ്. ബാങ്ക് അറ്റൻഡ് ആയിട്ട് തിരിച്ച് വിളിച്ച് 1,10 സമ്മതിച്ചു. 1,10 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് 2 അവരെ ഇരിക്കുക. ഇത് കിട്ടിയാലേ ആ ഒറ്റ പാർട്ടി ഒഴിക്കാനും എല്ലാം പറ്റുള്ളൂ. ബാങ്ക് ഒതുങ്ങിയാൽ മാത്രമേ ഇവർ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഇങ്ങനെ ഇത് അവസാനത്തെ ഭീഷണിയാണ്. നാളത്തെ ഒരു ഭീഷണി പേടിച്ച് അതിൽ അറസ്റ്റ് ചെയ്യുമോ? ഈ കേസല്ലേ, കേസ് ഫൈനലായല്ലോ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ഇവിടെ ഇറക്കാൻ പറ്റുള്ളൂ. അതിനെയുള്ള അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പേടി പൂർണ്ണമായിട്ട് പുള്ളിക്കാരനും രണ്ടുപേർക്കും വന്നു. ഇതാണ് എമൗണ്ട്. അഡ്വക്കേറ്റിനെ കൊണ്ട് മൊത്തം എമൗണ്ട് 1,53,438 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. ബാങ്കിൽ അടച്ച പൈസയാണ് അഡ്വക്കേറ്റ് എഴുതി വെച്ചിട്ടുള്ളത്. എടുത്തത് 60 ലക്ഷം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫിഗറാണല്ലോ. 65 ലക്ഷം രൂപ. രണ്ടാമത് അവരുടെ പലിശ ഈടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആശുപത്രി കിടന്ന സമയത്ത് വീണ്ടും 50 ലക്ഷം അടിപ്പിച്ചു. അത് വിരലടയാളം പതിച്ചാണ് എടുത്തത്. അയാൾ സ്ട്രോക്ക് ആയി കിടക്കയില്ലേ. 1,53,12,438 രൂപ അടച്ചത്. എന്നിട്ട് ഇനി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരിശോധിച്ച് നമ്മൾ കേസ് കൊടുത്തതാണ്. ഇതെടുത്തിട്ടുള്ള കേസ് ഒറിജിനെല്ലാം ഇവിടെ കിടക്കുകയാണ്. മനസ്സിലായല്ലോ. പക്ഷെ അതിൽ നിന്ന് 1 രൂപ കൊടുത്തില്ല. അതെടുത്ത് അക്കൗണ്ട് ഇട്ടിട്ട് അവർ ഇതിന്റെ പലിശയുടെ മാസം തോറും കറക്റ്റ് കമ്പ്യൂട്ടർ കൊണ്ടിരുന്നു. അപ്പോൾ 53-ന് 5 ലക്ഷം പലിശ തന്നാൽ അപ്പോൾ അടുത്ത് എത്രയാവും? 45 ആവും. ഈ 50 തീരുമ്പോഴാണ് പിന്നെ ഇവനെ അറിയിക്കണത് പൈസയല്ല, നീ ബാക്കി പലിശയും പൈസ കൊണ്ടുവരാം. മനസ്സിലായല്ലോ. ഭയങ്കര എടുക്കുവാണ്. ഗവൺമെന്റ് കോൺട്രാക്ടർ. ഇതിനും പ്രയോജനം സുഖമില്ലായിരുന്നു ആ സമയത്ത്. BP ഒന്ന് ഒരു 2 സൈഡൊക്കെ തറന്ന് ചെറിയ മാനസികമൊക്കെ പോരാ. ആ സമയത്താണ് ഈ 50 ലക്ഷം ഇവർ മുതലാക്കുന്നത് അവന്റെ കയ്യിൽ. മുടക്കം വന്നത് അല്ല, പുള്ളിക്കാരനായി അങ്ങനെ കടം വെച്ചിടുന്ന ആളൊന്നും അല്ല. കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നത് സുഖമില്ലായിരുന്നു. കൊറോണ എല്ലാം കൂടെ വന്നേ ഇതിൻ്റെ പെട്ടുപോയി. അങ്ങനെ വന്നപ്പോഴേ അവർ അങ്ങനെ ഈ 50 ലക്ഷം കൂടെ എടുത്താലോട്ടൊക്കെ കയറ്റി കൊടുത്തു. അപ്പോൾ മുതലായത്. പിന്നെ ഈ 50 ലക്ഷം എടുത്തത് ഒരു കോൺട്രാക്ടർ എന്നുള്ള കുറച്ചെങ്കിലും അവന് കൊടുത്തേക്കൊന്ന് പിടിച്ചില്ല. കൊടുത്തില്ല. കൊടുക്കാതെ തന്നെ അവന് അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒപ്പിട്ട് വാങ്ങി. അവരുടെ ലക്ഷ്യം പലിശ എടുക്കുക എന്നുള്ളതാണല്ലോ. കോൺട്രാക്ടർ പണി ചെയ്യണമെന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. അതാണ് അവരുടെ ലക്ഷ്യം. അത്രേ ഉള്ളൂ. പൈസ കൊടുത്ത അവർ ബാങ്കിൽ നിന്ന് മാത്രം എടുത്തോണ്ടിരുന്നു ചെയ്ത്. ഇദ്ദേഹം കേസ് കൊടുത്തത് 490/2023 ഇദ്ദേഹം കേസ് ട്രിബ്യൂണലിൽ കൊടുത്തു. ട്രിബ്യൂണലിൽ 490/2023 കേസ് കൊടുത്തു. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്ത് അതല്ല കേസ്,
ഞങ്ങൾക്ക് പ്രത്യേകം കേസുള്ള അവർ ആ കേസ് അറ്റൻഡ് ചെയ്യാതെ അവർ പ്രത്യേകം കേസ് 515/2023 അടിച്ചു. ഇത് രണ്ടും കൂടെ തിരിച്ച് വീണ്ടും ഒറ്റ കേസാക്കാൻ വേണ്ടി വീണ്ടും പോയി. മനസ്സിലായില്ലേ? ഇങ്ങനെ ലോൺ എടുത്ത് ജീവിക്കാൻ വേണ്ടി ഒരു കരാറുകാരനെ രീതിയിൽ ഇതെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടോട്ട് പോയി. എന്നിട്ട് അതും നിലനിൽക്കെ ഇവര് സർഫാസി ആക്ട് പ്രകാരം ഇവിടെ അതെല്ലാം അവിടെ കിടക്കുകയാണ്. ഇവിടെ ജപ്തി ചെയ്യാൻ വന്നത്. അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചു. 6 മാസം അത് പിടിച്ചു തന്നു. പിന്നെ വീണ്ടും കോടതിയിൽ പോയപ്പോഴത്തേക്ക് വീണ്ടും എറണാകുളം കോടതി പറഞ്ഞ് നിങ്ങൾ 2 കോടി ബാങ്ക് പണി 2 കോടി 35 നിങ്ങൾ അതിൻ്റെ 8 നടക്കാൻ പറ്റും. അങ്ങനെ നടക്കാൻ പറ്റും? ഈ പൈസ ഇത് ഒതുങ്ങിയിട്ടില്ല. ആകപ്പടെ അവൻ്റെ പ്രോപ്പർട്ടി അവൻ്റെ അവരുടെ കയ്യിരിക്കുകയാണ്. ഇത് ഓടിയെടുക്കാൻ കാരണം അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ സമരപാതയിലോട്ട് ചെയ്യുന്ന. ഇങ്ങനെയല്ല, നമ്മൾ 25 ലക്ഷം രൂപ ഓടി ആവശ്യപ്പെടും. അവരെല്ലാം വാങ്ങിച്ചു വെച്ച് എല്ലാം പാസ്സാക്കി നമ്മൾ അക്കൗണ്ടിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന പൈസയ്ക്ക് പലിശ കൊടുത്താൽ മതി. 1 ലക്ഷം എടുത്താൽ ഈ 1 ലക്ഷത്തിന് മാത്രമേ പലിശ എടുക്കുകയുള്ളൂ. 14 ലക്ഷം അവരെ അക്കൗണ്ടിൽ പെൻഡിങ്ങിൽ കിടക്കും. ഇപ്പോൾ ഈ ഇടക്കാലം കൂടെ അവർ ബോർഡ് തീരുമാനിച്ചിട്ട് നമ്മൾ എല്ലാ പൈസ എടുത്ത് അക്കൗണ്ട് കിട്ടിയത്. പിണറായി വിജയൻ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ, ഗവർണർ ഓഫ് കേരള എല്ലാവർക്കും പേപ്പർ അയച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നിർമ്മല സീതാരാമന് വരെ പേപ്പർ അയച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക്, നിർമ്മല സീതാരാമന് ഇതെല്ലാം നമ്മൾ അയച്ചിട്ടുണ്ട്. ഡേറ്റ് കുറച്ച് നാളായതാണോ? ശശി തരൂരിന്, ശശി തരൂർ MP എല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ കൊടുത്തിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ, ബഹുമാനപ്പെട്ട കേരള ഗവർണർ, രാജ്ഭവൻ തിരുവനന്തപുരം, ഇവർക്കെല്ലാം നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയം അങ്ങനത്തെ ഒരു വിഷയമായി മാറി. കാരണം ഈ കുടുംബത്തെ നരകത്തിലേക്ക് പറഞ്ഞുകൊണ്ടത് SBI ബാങ്കാണ്. വന്ന ആംബുലൻസ് ഇപ്പോൾ മടങ്ങുകയാണ്. ഇതുവരെയും RDO ഇവിടെ എത്തിയിട്ടില്ല. പ്രതിഷേധക്കാർ വീണ്ടും അമർഷത്തോടെ അത് പറയുന്നത് കേട്ടു നമ്മൾ. ഈ ഭാഗത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചന്നം ഭിന്നം കടന്നു പോകുന്ന ട്രെയിനുകൾ അതിൻ്റെ ഒച്ചയിലൂടെ നമ്മെ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ബാങ്കിൽ നിന്നെടുക്കുന്ന ലോണുകൾ ഒരു പക്ഷേ സൂക്ഷിക്കണം. ഏത് രീതിയിലുള്ള ജീവിതവും ഇന്ന് സ്വീകാര്യമാണ് ആർക്കും. ഏത് രീതിയിലുള്ള സൗകര്യങ്ങളും സ്വന്തമാക്കാൻ അനുവദിക്കുന്ന, കടം നൽകുന്ന ഏജൻസികൾ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. മനസ്സ് നിയന്ത്രിക്കലല്ലാതെ മാർഗം ഒന്നുമില്ല എന്ന് കാണാം. മരണത്തിൻ്റെ മണമുള്ള, മരണത്തിൻ്റെ കറപുരണ്ട ആ വീട് ചില സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. അവർ ഇരുന്നതും നിന്നതും കിടന്നതും നടന്നതുമായിട്ടുള്ള വഴിയിലെവിടെയും പാടുവീണ ചില രക്തക്കറകൾ മാത്രം ബാക്കിയാക്കി ഒരു ജീവിതം അപ്പാടെ അവസാനിച്ചിരിക്കുന്നു. കടബാധ്യത കൊണ്ട് കുറ്റം ചെയ്ത മകൻ്റെ ഒരു കഥ കഴിഞ്ഞ കുറേ കാലം നമ്മൾ ചർച്ച ചെയ്തു. വെഞ്ഞാറമൂട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 ദമ്പതികൾ ഈ രൂപത്തിൽ അവസാനിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിലെന്ത് എന്ന് മലയാളി മൊത്തത്തിൽ ചിന്തിക്കണം. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നതുകൊണ്ട് സതീശനെയും ഭാര്യയെയും കൊന്നു തള്ളിയ SBIയുടെ കാട്ടാളന്മാരെ അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ പോലീസ്, അറസ്റ്റ് ചെയ്യൂ അധികാരികളെ, നീതിക്കായി പ്രതിഷേധം, നീതിക്കായി പ്രതിഷേധം, തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച, കൊലപാതകികളെ അറസ്റ്റ് ചെയ്യൂ, അറസ്റ്റ് ചെയ്യൂ പോലീസ്, നാട്ടിൽ നീതി
നടപ്പാക്കാൻ ഉറക്കത്തിലാണോ എവിടെ പോയി ജില്ലാ കളക്ടർ എവിടെ പോയി RDO എവിടെ പോയി തഹസീൽദാർ പറയൂ അധികാരികളെ പ്രതിഷേധം ഒറ്റക്കെട്ടായി പ്രതിഷേധം ഒന്നിച്ചൊന്നായി പ്രതിഷേധം നീതിക്കായി പ്രതിഷേധം നിങ്ങൾ സാമ്പത്തിക ബാധ്യത കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന കഥകൾ, സംഭവങ്ങൾ നാട്ടുനടപ്പായി മാറിയിരിക്കുന്ന പോലെ തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച 3 ഏക്കർ സ്വന്തമായിട്ടുള്ള ഒരു അക്വ ഫാം ഉടമയാണ് മരണപ്പെട്ട നിലയിൽ തോട്ടിൽ കണ്ടത്. അതിനു മുമ്പ് വക്കത്ത്, ഇപ്പോൾ ഇവിടെ. അതിന് തൊട്ടു മുമ്പ് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് 5 പേരെ ഒരു മകൻ കൊല ചെയ്തു വെഞ്ഞാറമൂട്. മലയാളിയുടെ ഏകപക്ഷീയമായ ഒരു മനോഭാവമാണോ കടം വാങ്ങുക, കടം തിരിച്ചടയ്ക്കാൻ പറ്റാതാവുക, തുടർന്ന് ഇത് ചെയ്യുക? ഇങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു മാരക വിപത്ത് തന്നെയാണോ ഇത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഉള്ളതിൽ സംതൃപ്തിയോടെ കഴിയാൻ കഴിയുന്ന ഒരു മനസ്സിന് ഉടമ ആകേണ്ടിയിരിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ നമുക്ക് എന്ത് കണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബാധ്യതകളെ നാം ഏറ്റുവയ്ക്കുന്നത് എന്ന് ആർക്കും ഒരറിവും ഇല്ലാത്ത കാര്യമാണ്. എങ്ങനെയോ ജീവിക്കണം എന്ന തോന്നലിൽ എന്തും നേടണമെന്ന ആഗ്രഹത്തിൻ്റെ നടുവിൽ മനുഷ്യൻ ജീവിച്ചു പോകുന്ന, ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥ. RDO ഇവിടെ എത്തിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ഉടൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ദ്രുതഗതിയിലാകും. അഴിച്ചിറക്കിയ ഡെഡ് ബോഡീസിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. 6:30-7 മണി ഇന്നായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നാളെ ഉണ്ടാവുള്ളൂ. നാളെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. കാരണം അവർ പറയുന്നത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നാണ്. പ്രത്യേകിച്ച് VSDP സംഘടനാ പ്രവർത്തകരും ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒക്കെ ഇവിടെയുണ്ട്. 6 വർഷം വരെ കണക്ക് നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇയാൾ ബീഫ് അടിച്ചിട്ടുണ്ടാവും. അപ്പം 3 സ്റ്റെപ്പ് വീണ്ടും ബാങ്ക് എന്നിട്ട് വസ്തു വാല്യൂ ഉള്ളതിൻ്റെ പേരിൽ വീണ്ടും അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ പാസ്സായി. ഒരു കുടുംബത്തെ ഇങ്ങനെ വലിയ ഞെരുക്കത്തിലാക്കിയത് ബാങ്ക് അധികാരികളാണ് എന്ന് പറയുന്നു. ഇന്നേ ദിവസം, ഈ ദുരന്തം സംഭവിക്കുന്ന ദിവസം, അവർ ജപ്തി ചെയ്യാനായി എത്തേണ്ടുന്ന ഡേ ആണ്. പുലർച്ചെ അവരെത്തും എന്നുള്ള ഭയം ഇവരെ ബാധിച്ചിരുന്നോ? തലേന്ന് അവർ ഏത് രീതിയിലാണ് ജീവിതം അവസാനിപ്പിച്ചത്? അതൊന്നും നമുക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. ഒരുപക്ഷെ പോലീസ് അതൊക്കെ കണ്ടെത്തട്ടെ. ആത്മഹത്യയോ കൊലപാതകമോ അല്ലെങ്കിൽ ആരെ കൊന്നു, ഈ വക കാര്യങ്ങളൊന്നും ഇവിടുത്തെ വിഷയത്തിൽ നാട്ടുകാരും അനുമാനിക്കുന്നില്ല, വീട്ടുകാർക്കും കഴിയുന്നില്ല. അത്രയ്ക്ക് സങ്കീർണമായിരുന്നു ആ കാഴ്ച. നടുത്തളം മുഴുവൻ രക്തം. അവിടുത്തെ ഗൃഹനാഥൻ കൈയും കാലും ബന്ധിക്കപ്പെട്ട നിലയിൽ. ഭാര്യയെ ആ ഭാഗത്തൊന്നും കാണാനില്ല. തൊട്ട് അടുത്ത റൂമിൽ ജനാല മുട്ടി പൊളിച്ചു നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ച കാലു മാത്രം. പിന്നെ ഹൃദയത്തെ നടക്കുന്ന ഒരു വലിയ ഞെട്ടലായി, വേദനയായി ആ കണ്ട ആൾക്കാർ, ആദ്യമായി കണ്ടവർ ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞു കേട്ടു.
ആളിങ്ങനെ നോക്കി അകത്തോട്ട് സഹായിക്കും. ആരെങ്കിലും ഒന്ന് പോയി സഹായിക്കും. കേട്ടിട്ട് ആത്മഹത്യയാണെന്ന് തോന്നുന്നുണ്ടോ? കാതടപ്പിക്കുന്ന നിലവിളികൾ, വിഹ്വലതകൾ, വേദനകൾ, ഇതൊക്കെ മലയാളി ഏറ്റുവാങ്ങുന്നത് പലിശയുടെ ലോണിൻ്റെ രൂപത്തിലാണോ എന്ന് തോന്നിപ്പോകുന്നു. ഒന്നുമില്ലെങ്കിലും കടമില്ലെങ്കിൽ സമാധാനമായി ഉറങ്ങാമായിരുന്നു എന്ന് പറയുന്ന മലയാളിക്ക് ഇതെന്തു പറ്റി? ചുറ്റിലും കടം, തലയ്ക്കും മീതെ കടം, ഒടുവിൽ ജപ്തിയുമായി ബാങ്ക് സമീപിക്കുന്ന ദിവസം വരെ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആത്മവിശ്വാസവും പ്രയത്നങ്ങളും. അതല്ലേ നമ്മൾ ഇവിടെയും കണ്ടത്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഈ സമൂഹത്തിൽ എവിടെയും ആവർത്തിക്കാതിരിക്കട്ടെ എന്നു മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും വളരെയധികം സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ജീവിതത്തിൻ്റെ എല്ലാ സമവാക്യങ്ങളും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, എനിക്കും നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ഈ കാലത്തോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്കിവിടെ നിന്ന് പിൻവാങ്ങാം. നന്ദി.